ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ ബോക്സ് ആയാലോ. പേരങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാൻ പിന്നെ ചുമ്മാ ഇട്ടൊരു പേരാണ്, ഒരു ബോക്സ് പോലെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. അപ്പോൾ അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ അതെങ്ങനെ ആദ്യം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം അതിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ പണ്ട റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ പാൻ ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ക്രഷ് ചെയ്തത് ചതച്ചത് അതും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇത് ഉള്ളി നന്നായിട്ട് വാടുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് വാടിയാൽ മതി. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. ആ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ആ ചിക്കന് ഞാൻ ഉപ്പും മുളകും മഞ്ഞളും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയെല്ലാം ചേർത്തിട്ടൊന്ന് വേവിച്ചിട്ട് എന്താ പറയുക, വെള്ളം വറ്റി വരുമ്പോൾ അതിൻ്റെ സൈഡിലൂടെ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഓയിൽ വാട്ടിയെടുക്കാം. നല്ലോണം ഒന്ന് ഫ്രൈ ആക്കുന്നില്ല, ആ വേവിച്ച ചെമ്പിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, പാനിൽ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് വാട്ടില്ല, അതിൽ തന്നെ അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ് ഇത്. ഇനി അതും എല്ലാം ഇട്ടിട്ട് എല്ലാം നല്ലോണം ഒന്ന് വഴറ്റി എന്താ പറയുക, ചിക്കനും മസാലയെല്ലാം തമ്മിൽ എന്താ പറയുക ഒന്ന് പിടിച്ചെല്ലാം വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒരു 5 മിനിറ്റ് കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ വേറൊരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഇതിലേക്കൊരു ഞാൻ 4 ടേബിൾ സ്പൂൺ മൈദ ഇടുന്നുണ്ട്. ഒരു ദോശ ബാറ്റർ ഉണ്ടല്ലോ, അത് റെഡിയാക്കുന്ന, അങ്ങനെ അതും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. എന്താ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും, കുറച്ച് ലൂസായിട്ടുള്ള എന്താ പറയുക മാവ വേണ്ടത്. ഇനി നമുക്കിത് ഓരോ ദോശയായിട്ട് നമുക്കിങ്ങനെ ചുട്ടെടുക്കാം. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ദോശയായിട്ട് ചുട്ടെടുത്താൽ മതി. അതിങ്ങനെ നല്ലോണം ഡ്രൈ ആവുമൊന്നും വേണ്ട, ഒന്ന് വാടി വരുന്ന സമയത്തൊന്ന് എന്താ പറയുക, ഒന്ന് വാടിയ പോലെ ആവില്ലേ ദോശ, അപ്പം തന്നെ നമ്മളത് മറിച്ചിടണമൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് മറിച്ചിടുക, അപ്പം തന്നെ നമ്മൾ എടുക്കുക. വേഗം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ദോശയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക. അപ്പോൾ ഇതാ ഞാനിത് ദോശയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് 4 സൈഡും ഒന്ന് മടക്കുകയാണ് ചെയ്യുന്നത്, ഒരു ബോക്സ് പോലെ. ഇതല്ല പിന്നെ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. അപ്പോൾ ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അധികം പൊന്തി നിൽക്കണ്ട. അപ്പോൾ പിന്നെ ബോക്സും നടുവിലൊന്ന് പൊന്തിയ പോലെ ഉണ്ടാവും. ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വേണോ അത്ര ഫില്ലിങ് വെക്കുക. ഈ കുഞ്ഞു കുഞ്ഞു ബോക്സ് ആകുമ്പം കാണാൻ നല്ല രസമായിരിക്കും. ഇതേപോലെ 4 സൈഡും ഒന്ന് മടക്കി പിന്നെ ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ള ദോശയും നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ തന്നെ വേണമെന്നില്ല കേട്ടോ, പ്രോൺസും ബീഫും എന്തും നല്ല ടേസ്റ്റ് ആയിരിക്കും, ഈവൻ വെജിറ്റബിൾ ആയാൽ പോലും. ഇതാ എല്ലാം ഞാനിത് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു പിഞ്ച് ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതും കൂടി ഇട്ടിട്ടൊരു ഫോർക്ക് കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കുന്ന പാനിലോട്ട് കുറച്ചൊന്ന് RKG സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുത്തിട്ട് പാനിൽ വെച്ച് 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം, ഒരു മീഡിയം തീയിൽ വെച്ചിട്ട്. ഇങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇത് ശരിക്കും നല്ല ടേസ്റ്റാണിത്. എന്താ പറയുക, ഭയങ്കര ഈസിയാണ്, ഒരു പണിയും ഇല്ലാണ്ടോ. നമുക്ക് എന്ത് വെച്ചിട്ട് ഫില്ലിങ് റെഡിയാക്കാം. ഇതേപോലെ ദോശ ചുട്ടെടുക്കുക, എന്താ പറയുക, ഒരു പണിയില്ല, ഭയങ്കര ഈസിയല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ നല്ലൊരു ചായയും കൂടിയായ അടിപൊളിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.